എന്റെ അമ്മച്ചേ, അതെ, ബിഗ് ബോസിൽ ഇപ്പൊ ഫാമിലി റൗണ്ട് നടക്കാന്ന് പറയുന്ന കേട്ടു. അപ്പം ഞാൻ ആലോചിക്കുക, അനുമോളുടെ പ്ലാച്ചീന്റെ ഫാമിലി ആയിട്ട് ഞാൻ എന്റെ ശിങ്കുടുവിനെയും എന്റെ എട്ടുകാലിക്കുട്ടനെയൊക്കെ ആയിട്ട് വന്നാലോ എന്ന് ആലോചിക്കുക. ഇനി ഈ എട്ടുകാലിക്കുട്ടൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, ഈ ചറപറ പറയുന്നവരുടെ കണ്ണാക്കി പോയിട്ട് ഇത് അങ്ങോട്ട് കൂട് കൂട്ടി വെക്കും. പിന്നെ നമുക്ക് ദേഷ്യമൊക്കെ വരുമ്പോ ഇങ്ങനെ ഞെക്കി കളിക്കാം. എങ്ങനെയുണ്ട് അടിപൊളിയായില്ലേ? ഇവനിഷ്ടായില്ല. എന്റെ കയ്യിൽ വേറെ റൈറ്റ് ഉണ്ട്. ഇവനാണ് ശിങ്കുടു. നിങ്ങളില്ലേ മിക്ക ഗേൾസിനോട് ചോദിച്ചു നോക്ക്, അവർക്കൊക്കെ ഇങ്ങനെ പുന്നാരിക്കാൻ വേണ്ടിയിട്ട് ചെറുപ്പം തൊട്ടേ ഒരു ടോയ് അല്ലെ ഒരു ടെഡി ബെയർ കയ്യിലുണ്ടാവും. എന്നെ സംബന്ധിച്ച് എനിക്ക് സങ്കടമൊക്കെ വരുമ്പോ ഞാൻ ഇങ്ങനെ പനിയൊക്കെ പിടിച്ചിരിക്കാത്ത കരഞ്ഞ് ജലദോഷമൊക്കെ തൂത്ത് എന്നിട്ട് ഞാൻ ഇതിനെ വാഷിംഗ് മെഷീനിലും കൊണ്ടിടും. പക്ഷെ ഞാനും എന്റെ ശിങ്കുടും തമ്മിലുള്ളൊരു അഗാധമായ ഒരു പ്രണയത്തിലാണ്. ഞാൻ എല്ലാ കാര്യവും ഇവനോട് പറയും, ഇവനാണ് എനിക്ക് എല്ലാം. അപ്പം നിങ്ങളുടെ ഈ ചീവീട് പോലെ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കൊരകൊരാന്ന് പറയുന്ന ചില പെൺപിള്ളേരില്ലേ, അവർക്ക് നിങ്ങള് നൈസായിട്ട് ഇതുപോലെ ഒരു ശിങ്കുടുവിനെയോ അല്ലെങ്കിൽ ഒരു പ്ലാച്ചീനോ അല്ല എന്തെങ്കിലും ഒരു നക്കിണി സാധനം വാങ്ങിച്ചു കൊടുക്കുക. ഓര് പിന്നെ നിങ്ങളുടെ ചെവിയിൽ വന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ആ ടോയിനോട് പറഞ്ഞ് അങ്ങനെ ഇരുന്നോളും. നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ടാണ് വേണ്ടത്. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഇതിനെ കൊണ്ടുനടക്കുന്നത്. എന്തായാലും സംഭവം കൊള്ളായില്ലേ? നോക്ക്, നല്ല രസല്ലേ ഇവനെ കാണാൻ? ഇവനെ പറ്റിയൊരു പേര് പറ. ഞാനിപ്പോ ചുമ്മാ ഒരു ശിങ്കുടൊന്ന് പേരിട്ടെന്നുള്ളൂ. എന്നാലും വല്ല ഡൊണാൾഡ് ഡക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കോമഡി പേര് പറ. എന്നിട്ട് എനിക്ക് ഇവനെ അങ്ങോട്ട് പുന്നാരിച്ച് വളർത്തി ഓമനിച്ച് അങ്ങോട്ട് വഷളാക്കണം. ശരി, എന്നാല് പിന്നെ ബിഗ് ബോസ് ചേട്ടാ പറ്റുവാണെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണം. ഞാൻ എന്റെ ശിങ്കുടുമായിട്ട് അവിടെ വരുന്ന പ്ലാച്ചീന്റെ ഫാമിലി മെമ്പർ ആയിട്ട് വരാം. ഇനി 100ക്കും മാതിലിക്കും ഫാമിലി ഒന്നും ഇല്ലെങ്കിൽ വരുന്നില്ലേ, ഞാൻ വരും. വേറെ ആരും എന്നില്ല, ഓരോ സപ്പോർട്ട് ഞാൻ വരും. എനിക്കിഷ്ടമാണ് അവരെ.